അമ്മ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ആവണി സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ്. മാരിവേലിനെ സ്കൂളിൽ പറഞ്ഞയച്ചു. കാരണം എല്ലാവരും പറഞ്ഞ് 10ാം ക്ലാസ്സിൻ്റെ മഹിമ ആവണിക്കറിയാം. ഇനി അമാന്തിച്ചിരുന്നാൽ അവൻ്റെ ക്ലാസ്സുകളെല്ലാം പോകും. അതവൻ്റെ ഭാവിക്ക് ദോഷം ചെയ്യും. ആവണി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി. അതിനുശേഷം തൻ്റെ സൈക്കിളിൽ കടയിലേക്ക് പോയി. അപ്പാവോടും ഇളയമ്മയോടും പറഞ്ഞതിന് ശേഷമാണ് അവൾ പോയത്. എന്തായിരുന്നാലും തൻ്റെ അപ്പയല്ലേ. അവൾക്ക് അപ്പയോട് നേരിയ തോതിൽ സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു. വീടിനും കടയ്ക്കും വാടക കൊടുക്കണം. എല്ലാ ജോലിക്കാരെയും അവൾ വീടുകളിൽ ചെന്നു തന്നെ ജോലിക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. പൂക്കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ ആവണി മുത്തുവിനോട് ചിരിക്കാൻ ശ്രമിച്ചു. അയാൾക്കു സന്തോഷമായി. ആവണി സങ്കടങ്ങളിൽ നിന്നും കരകയറാൻ തുടങ്ങിയിരിക്കുന്നു. കട തുറന്നു കണ്ടപ്പോൾ തന്നെ പലരും കുശലാന്വേഷണം നടത്താൻ വന്നു തുടങ്ങി. അവരോടൊന്നും പ്രത്യേകിച്ച് അവൾക്ക് പറയാനുണ്ടായിരുന്നില്ല. ദിവസങ്ങളുടെ പരിചരണമില്ലായ്മയിൽ സർവ്വവിധ വസ്തുക്കളും പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആവണി മുറ്റത്തേക്ക് ഒരു വരാന്ത കൂടി കെട്ടണമെന്ന് ആഗ്രഹിച്ചു വാങ്ങിയ സാധനങ്ങളെല്ലാം അതുപടി തന്നെ കിടക്കുന്നു. ജോലിക്കാരെല്ലാം 1 മണിക്കൂറിന് ശേഷമാണ് വന്നു തുടങ്ങിയത്. ആർക്കും ആവണിക്കുമേൽ പരാതിയുണ്ടായിരുന്നില്ല. ആവണിക്ക് തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു. അവർക്ക് എന്തു സങ്കടമുണ്ടെങ്കിലും ആവണി കൈമലർത്താറില്ല. തന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുത്തിരുന്നു. എങ്കിലും അവൾ അധികാരഭാവം ആർക്കും വിട്ടുകൊടുത്തിരുന്നില്ല. തൻ്റെ മുകളിലേക്ക് ആരും ഭരിക്കാൻ വരരുത് എന്ന വിചാരം അവൾക്കുണ്ടായിരുന്നു. അവളും തൻ്റെ ജോലിക്കാരും ചേർന്ന് ഓരോ തുണികളും തയ്ച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിനം കടയിലേക്ക് മുത്തു കയറി വരുന്നത് അവൾ കണ്ടു. എന്തിനായിരിക്കാം ഇയാൾ ഇവിടേക്ക് വരുന്നത്? ആവണിക്ക് ആകാംക്ഷയായി.